കലാഭവൻ മണി അവസാനമായി പങ്കെടുത്ത സ്റ്റേജ് ഷോയിൽ മണി പരിപാടി അവതരിപ്പിച്ചത് 5 മണിക്കൂർ. പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് നടന്ന പരിപാടിയിൽ നിശ്ചയിച്ചതിനേക്കാൾ കൂടുതൽ സമയം പരിപാടി അവതരിപ്പിച്ചിട്ടും ഒരാരോഗ്യ പ്രശ്നവും മണിക്കുണ്ടായിരുന്നില്ലെന്ന് പരിപാടിയുടെ മുഖ്യ സംഘാടകനായ എം ഹംസ MLA പറഞ്ഞു. ഫെബ്രുവരി 28-ന് ശ്രീകൃഷ്ണപുരം ബാപ്പുജി പാർക്കിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് കലാഭവൻ മണിയുടെ സ്റ്റേജ് ഷോ നടന്നത്. ഇതായിരുന്നു മണിയുടെ അവസാന സ്റ്റേജ് പരിപാടിയും. സദസ്സിലേക്കിറങ്ങിയും മറ്റും കാണികളെ ആവേശത്തിലാക്കിയ കലാഭവൻ മണിക്ക് ഒരാരോഗ്യ പ്രശ്നവും ഉണ്ടായിരുന്നില്ലെന്ന് പരിപാടിയുടെ മുഖ്യ സംഘാടകനായ എം ഹംസ MLA പറഞ്ഞു. അദ്ദേഹം സ്റ്റേജിൽ നിൽക്കുന്ന സമയത്തോ പാടുന്ന സമയത്തോ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെന്ന് തോന്നുന്ന പോലും ഉണ്ടായിരുന്നില്ല. പരിപാടിക്കിടെ താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും മണി വ്യക്തമാക്കിയിരുന്നു. ഈ തവണ എന്നെ ഇലക്ഷൻ നിർത്താൻ വേണ്ടി കുറെ ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ പടച്ചോനാണ് സത്യം, ഞാൻ നിൽക്കില്ല. കാരണം 10ാം ക്ലാസ് 3 പ്രാവശ്യം തോറ്റാളാ ഞാൻ. നമുക്ക് ആ ജോലി പറ്റൂല, അതുകൊണ്ട് നിൽക്കില്ല. എന്റെ ബഹുമാനപ്പെട്ട മീഡിയ, പ്രസ്, ആൾക്കാർ അത് കൃത്യമായിട്ട് എഴുതുക തന്നെ വേണം. ഞാൻ മത്സരിക്കില്ല. കാരണം ഇത് ചില ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാവുന്ന ചില കാര്യങ്ങളാണ്. നമ്മൾ അതിനുള്ളിൽ പോയി നിന്ന് ചേറ്റുപേര് ഉണ്ടാക്കേണ്ട കാര്യമില്ല. 3 മണിക്കൂർ പരിപാടിയാണ് നിശ്ചയിച്ചിരുന്നതെങ്കിലും കാണികളുടെ അഭ്യർത്ഥന പ്രകാരം അതിലേറെ സമയം യാതൊരു ക്ഷീണവും കൂടാതെ കലാഭവൻ മണി പരിപാടി അവതരിപ്പിച്ചതായും സംഘാടകർ ഓർക്കുന്നു. ഗുരുതര കരൾ രോഗം ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്രയധികം ഊർജ്ജസ്വലനായി പരിപാടി അവതരിപ്പിക്കാൻ കഴിയുമോ എന്ന ആശങ്കപ്പെട്ട സംഘാടകർ മണിയുടെ മരണത്തിലെ ദുരൂഹത നീക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. റിപ്പോർട്ടർ, പാലക്കാട്.